പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മൾക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവേൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികളായി ജീവിക്കുന്നെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, മറ്റുള്ളവരോടുള്ള പരിഗണന നമുക്കില്ലെങ്കിൽ, ഇതെല്ലാം വെറുതെ ഒരു ഷോ ആയി മാറും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്റെ ശത്രുക്കളോട് പോലും കരുണ കാണിക്കുക. ശത്രുക്കൾക്ക് നന്മ ചെയ്യുക. നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനായി മാറട്ടെ എന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിച്ച ക്രിസ്തു. ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു അനുയായികൾ ക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തെ പുൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളോട് മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും വർത്തിക്കണം. എപ്പോഴും മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ വീക്ഷിക്കുവാനുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു വിവേകം, ഒരു ക്രിസ്തീയ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുമാറാകട്ടെ. ഇത് അനുദിന ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും അവരവരുടെ കുരിശുകൾ താങ്ങിയാണ് നടക്കുന്നത്. പുറമേ നമ്മളിത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ ഒരു ആംഗിളും കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം, എൻ്റെ ടീമിലൊരു അതിസമർത്ഥനായ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു. മിടുക്കനായിരുന്നു. പുള്ളി പെട്ടെന്നൊരു ദിവസം
അപ്രത്യക്ഷമായി. അതായത് ലീവ് ലെറ്റർ ഒന്നുമില്ല, പുള്ളി ഓഫീസിലോട്ട് വരുന്നില്ല, വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല. ആകെ നിരുത്തരവാദിത്തപരമായ, ഒരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി. അപ്പോൾ പുള്ളി എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡും എല്ലാം വാങ്ങിച്ചങ്ങനെ നിൽക്കുന്ന സമയം പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓഫീസിലോട്ട് വന്നു. അപ്പം ഞാനാണ് പുള്ളിയുടെ ബോസ്. അപ്പം ഞാൻ കുറച്ച് സർക്കാസ്റ്റിക്കായി, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു, കുറച്ചും കൂടി ഉത്തരവാദിത്വമൊക്കെ കാണിക്കണ്ടേ, നിങ്ങളുടെ ടീം മെമ്പേഴ്സൊക്കെ നിങ്ങൾ ചെയ്യുന്നതല്ലേ കണ്ടുകൊണ്ട് പഠിക്കുന്നത് എന്നൊക്കെ ഞാൻ പതുക്കെ എൻ്റെ ഒരു വിഷമം പുള്ളിയെ അറിയിക്കുകയാണ്. അപ്പോൾ കൃഷ്ണകുമാർ എന്നോട് പറഞ്ഞ വാക്കുകൾ, കൃഷ്ണകുമാർ പറഞ്ഞു, എൻ്റെ അപ്പം മരിച്ചുപോയി, ഞാൻ അതീവ ദുഃഖത്തിലായിരുന്നു, എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതും റെസ്പോണ്ട് ചെയ്യാതിരുന്നതും. ഈ ഓരോ മനുഷ്യരും അവർ എന്താണ് ഒരു പ്രത്യേക രീതിയിൽ അവർ പെരുമാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുതന്നെയാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ചെറുതാകുക, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ശൂന്യനാവുക, മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക. അത് കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും നാട്ടിലായാലും എവിടെയാണെങ്കിലും, പള്ളിയിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും എപ്പോഴും മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക. അപ്രകാരം നമ്മൾ ക്രിസ്തുവിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രിയങ്കരനായി മാറും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും വിളിക്കുന്നു. അവൻ നമ്മിൽ വളരുകയും നമ്മൾ കുറയുകയും വേണം. അവൻ നമ്മിൽ വളരുകയും നമ്മൾ കുറയുകയും വേണം. ഈ ക്രിസ്തു മനോഭാവം നമ്മളെ ഗ്രസിക്കട്ടെ. നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ ഇടപെടലുകളെ ഈ ഒരു മനോഭാവത്തിൽ നിന്ന് ഉടലെടുക്കട്ടെ. ഈ ഒരു കൃപയ്ക്കായി സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ കാണുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.